നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 1 തിങ്കളാഴ്ചയാണ്. ഇന്ന് പുതിയൊരു മാസവും പുതിയൊരു ആഴ്ചയും ആരംഭിക്കുകയാണ്. എല്ലാ ട്രേഡേഴ്സിനെ സംബന്ധിച്ചും ഡിസംബർ മാസം നല്ല ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള മാസമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തുടങ്ങുന്നു. വെള്ളിയാഴ്ച ഇന്ത്യൻ വിപണികൾ ചെറിയ നെഗറ്റിവിറ്റിയിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനി ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകൾ പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇന്ത്യയുടെ രണ്ടാം പാദത്തിലെ GDP, അതായത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലെ GDP വളർച്ച, അതിൻ്റെ ഹൈലൈറ്റുകളിലേക്കാണ്. 6 പാദങ്ങളിലെ ഏറ്റവും ഉയർന്ന GDP വളർച്ചയാണ് ഇപ്പോൾ 8.2% രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രതീക്ഷിച്ചിരുന്നത് 7 മുതൽ 7.7% വരെയായിരുന്നു. ഒരു വർഷത്തിലേറെയായി ഉൽപ്പാദനം ഏറ്റവും വേഗത്തിലാണ് വികസിച്ചത്. ഇത് ഒരു പ്രധാന ചാലക ശക്തിയായി മാറി. സ്വകാര്യ ഉപഭോഗം, സാമ്പത്തിക മേഖലയിലെ ശക്തി, സ്ഥിരതയുള്ള കാർഷിക മേഖല എന്നിവയും വളർച്ചയെ പിന്തുണച്ചു. മിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും 50% US താരിഫ് ഏർപ്പെടുത്തിയിട്ടും സമ്പദ് വ്യവസ്ഥ സ്ഥിരത പുലർത്തിയത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി മേഖലകളിലെ പ്രകടനം നോക്കാം. 2026 സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദത്തിൽ നിർമ്മാണ മേഖല 10.2% ഉയർന്നു. സാമ്പത്തിക റിയൽ എസ്റ്റേറ്റ്, പ്രൊഫഷണൽ സേവനങ്ങൾ 9.7%, പൊതുഭരണം, പ്രതിരോധം തുടങ്ങിയവ 9.1%, നിർമ്മാണ മേഖല 7.2%, വ്യാപാരം, ഹോട്ടലുകൾ മുതലായവ 7.4% എന്നിങ്ങനെയാണ്. ഏതായാലും ഇത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. സാമ്പത്തിക വിദഗ്ധർ ഫിനാൻഷ്യൽ ഇയർ 2026 വളർച്ചാ പ്രവചനം 7 മുതൽ 7.5% ഉയർത്തിയിരിക്കുന്നു. രണ്ടാം പാദത്തിലെ ഇന്ത്യയുടെ 8.2% GDP വളർച്ചയ്ക്ക് ശേഷമാണ് വളർച്ചാ പ്രവചനം സാമ്പത്തിക വിദഗ്ധർ ഉയർത്തിയിരിക്കുന്നത്. ഏതായാലും ഈ വാർത്തകളെല്ലാം ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും വളരെ ശക്തി നൽകുന്ന വാർത്തകൾ തന്നെയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. റിലയൻസ് ഇൻഡസ്ട്രീസ് ഒരു പുതിയ AI നറേറ്റീവ് ഡാറ്റാ സെൻറ്റർ ക്യാമ്പസ് 98,000 കോടി രൂപ നിക്ഷേപിക്കും എന്നുള്ള ഒരു വാർത്ത നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ച പറഞ്ഞതാണ്. ഇപ്പോഴിതാ മറ്റൊരു AI ഡാറ്റാ സെൻറ്ററുമായി ബന്ധപ്പെട്ട വാർത്ത അദാനിയുമായി ബന്ധപ്പെട്ട് വരുന്നു. ഗൂഗിളിൻ്റെ AI ഡാറ്റാ സെൻറ്റർ ഹബിൽ അദാനി $5 ബില്യൺ നിക്ഷേപിക്കുമെന്നുള്ള വാർത്തയാണ് വരുന്നത്. ആന്ധ്രാപ്രദേശിലെ ഗൂഗിളിൻ്റെ AI ഡാറ്റാ സെൻറ്റർ ഹബിൽ അദാനി ഗ്രൂപ്പ് $5 ബില്യൺ നിക്ഷേപിക്കുമെന്ന് CFO ജുഗീഷന്ദർ സിംഗ് പറഞ്ഞു. കൂടുതൽ പങ്കാളികൾ താല്പര്യം പ്രകടിപ്പിക്കുന്നതിനാൽ നിക്ഷേപം കൂടുതൽ വർദ്ധിപ്പിച്ചേക്കാം. അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത നമ്മൾ കഴിഞ്ഞ ഒക്ടോബറിൽ പറഞ്ഞതാണ്. വിശാഖപട്ടണത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ AI ഡാറ്റാ സെൻറ്റർ നിർമ്മിക്കുന്നതിനായി അദാനി എൻ്റർപ്രൈസസിൻ്റെ JV അദാനി കോൺനെക്സ് ഗൂഗിളുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ട വാർത്ത നമ്മൾ പറഞ്ഞതാണ്. ഇനി മറ്റൊരു വാർത്തയുള്ളത് US താരിഫുകളുമായി ബന്ധപ്പെട്ടതാണ്. US താരിഫുകൾ രണ്ടാം മാസവും ഇന്ത്യൻ കയറ്റുമതിയെ ബാധിച്ചു. US-ലേക്കുള്ള ഇന്ത്യയുടെ പരമ്പരാഗത കയറ്റുമതിയിൽ 50% അധിക US താരിഫുകൾ കാരണം ഒക്ടോബറിൽ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. US-ൽ മൊത്തത്തിലുള്ള കയറ്റുമതിയിൽ മുൻ വർഷത്തേക്കാൾ 8.59% കുറവാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ ഏറ്റവും കൂടുതൽ വളർച്ച രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സെക്ടർ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ഈ ഇടിവിലും ടെലികോം ഉപകരണങ്ങളാണ് വലിയ കയറ്റുമതിയിൽ വലിയ ഉണർവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 204% വളർച്ചയാണ് ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത്. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമുക്കൊന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ S&P 500ഉം നാസ്ഡാക്കും കൂടാതെ ഡൗ ജോൺസും ഉയർന്നു തന്നെയാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്യുന്നത്. S&P 500 3.7%, നാസ്ഡാക്ക് 4.9%, ഡൗ ജോൺസ് 3.2%മാണ് ഉയർന്നത്. ഫെഡറൽ റിസർവ് ഒരു നിരക്ക് കുറയ്ക്കലിലേക്ക് പോകും എന്നുള്ള വാർത്തകൾ തന്നെയാണ് US മാർക്കറ്റുകൾ കഴിഞ്ഞ ആഴ്ച ഉയരാൻ കാരണമായത്. ഇനി ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ S&P 500 ഡിസംബറിൽ 1% നേട്ടമാണ് ഉണ്ടാക്കിയത് എന്നാണ് ചരിത്രം കാണിച്ചു തരുന്നത്. ഇനി യൂറോപ്യൻ വിപണികൾ വെള്ളിയാഴ്ച പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 1% മുകളിൽ ഇടിവിലാണ്. 1.31% ഇടിവിൽ. കോസ്പി മാർക്കറ്റ് 0.44% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 26,498 എന്ന നിലയിൽ 111 പോയിന്റ്സ് ഉയർന്നാണ്. അതായത് ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 100 മുതൽ 110 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു നല്ല ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇനി ആരെങ്കിലും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലിഗ്രാം ചാനലിൽ 1299 രൂപയ്ക്ക്, അതും 55% ഡിസ്കൗണ്ടോട് കൂടി ഇപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ടുമുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായി പുറത്തു വന്ന കമ്പനികളുടെ കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യം ഒരു റിസൾട്ട്. ലെൻസ്കാർട്ട് സൊല്യൂഷൻസ് എന്ന കമ്പനിയുടെ റിസൾട്ടാണ്.
നെറ്റ് പ്രോഫിറ്റിൽ 19.6% വർധനവ് രേഖപ്പെടുത്തി 202.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 20.8% വർധനവ് രേഖപ്പെടുത്തി 2096.1 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 44.6% വർധനവും കമ്പനി രേഖപ്പെടുത്തി. അടുത്തതായി NCC എന്ന കമ്പനിയാണ്. 2062.7 കോടി രൂപയുടെ ഒരു വലിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. അടുത്തതായി ബ്രിഗേഡ് എന്റർപ്രൈസസ് എന്ന കമ്പനി ഹൈദരാബാദിലെ ബേഗം പോർട്ടിൽ ഒരു പ്രീമിയം റെസിഡൻഷ്യൽ പ്രൊജക്ട് വികസിപ്പിക്കുന്നതിനുള്ള കരാറിൽ കമ്പനി ഒപ്പുവെച്ചു. അടുത്ത മഹാരാഷ്ട്ര സീംലെസ് എന്ന കമ്പനിയാണ്. മഹാരാഷ്ട്ര സീംലെസ് പൈപ്പുകൾ വിതരണം ചെയ്യുന്നതിനുള്ള ONGCയിൽ നിന്ന് 217 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ നേടിയിരിക്കുന്നു. അടുത്ത് അരവിന്ദ് സ്മാർട്ട് സ്പേസ് എന്ന കമ്പനിയാണ്. അഹമ്മദാബാദിൽ ഒരു പുതിയ ഉയർന്ന റെസിഡൻഷ്യൽ പ്രൊജക്ട് കമ്പനി വാങ്ങി. വരുമാന സാധ്യത 400 കോടി രൂപയാണ്. അടുത്തതായി വാരി എനർജീസ് എന്ന കമ്പനിയാണ്. 140 മെഗാവാട്ട് സോളാർ മൊഡ്യൂളുകൾ വിതരണം ചെയ്യുന്നതിനുള്ള ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. അടുത്തത് HG ഇൻഫ്ര എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയാണ്. 300 മെഗാവാട്ട് മുതൽ 600 മെഗാവാട്ട് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നൽകുന്നതിനായി സബ്സിഡറി കമ്പനിയായിട്ടുള്ള ഗുജറാത്ത് ഊർജ വികാസ് നിഗമുമായി ഒരു കരാറിൽ കമ്പനി ഒപ്പുവെച്ചു. അടുത്തത് അപ്പിജയ് സുരേന്ദ്ര പാർക്ക് ഹോട്ടൽസ് എന്ന കമ്പനിയാണ്. മധുരയിൽ 42 മുറികളുള്ള ഒരു പുതിയ ഹോട്ടൽ 12 വർഷത്തേക്ക് പാട്ടത്തിനെടുത്ത് പ്രവർത്തിക്കാനുള്ള ധാരണാപത്രത്തിൽ കമ്പനി ഒപ്പുവെച്ചു. അടുത്തത് HDFC ബാങ്കാണ്. നിയമലംഘനത്തിന് RBI 91 ലക്ഷം രൂപ പിഴ ചുമത്തിയിരിക്കുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് സമ്മൻ ക്യാപിറ്റൽ മാത്രമാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS വലിയ സെല്ലിങ്ങിലേക്കാണ് വെള്ളിയാഴ്ച പോയത്. 3796 കോടി രൂപയ്ക്ക് ക്യാഷ് മാർക്കറ്റിൽ അവർ സെല്ല് ചെയ്തു. DIS ആവട്ടെ 4148 കോടി രൂപയ്ക്കാണ് ക്യാഷ് മാർക്കറ്റിൽ ബൈ ചെയ്തത്. മാർക്കറ്റിനെ വളരെയേറെ പിടിച്ചു നിർത്താൻ DIS ശ്രമിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. 26,203 13 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയ റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തതിന് ശേഷം നിഫ്റ്റിയിൽ ഒരു ഫോൾ ഉണ്ടായി. കഴിഞ്ഞ ആഴ്ച നമ്മൾ കൃത്യമായി തന്നെ വീഡിയോസിൽ പറഞ്ഞിരുന്നതാണ് 26,300 ഒരു പ്രധാനപ്പെട്ട ലെവലായിരിക്കുമെന്ന്. അതുപോലെ തന്നെ 26,310 എന്ന ലെവലിലേക്ക് എത്തിയതിന് ശേഷമാണ് നിഫ്റ്റി ഡൗൺ ആവുന്നത്. അതുകൂടാതെ അപ്സൈഡിൽ 3 ടച്ച് പോയിന്റുകളുള്ള കഴിഞ്ഞ 2025 ഒക്ടോബർ മാസത്തിലും പിന്നീട് നവംബർ മാസത്തിലും ഒക്കെ ടച്ച് ചെയ്തതിന് ശേഷം ഇനി വരുന്ന ഈ ഡിസംബർ മാസത്തിലും ഈ ഒരു അപ്സൈഡിലെ ഈ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തതിന് ശേഷമേ നിഫ്റ്റിക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നിഫ്റ്റിയിൽ ഫോം ആയിരിക്കുന്ന ഡെയിലി ക്യാൻഡിലുകൾ നെഗറ്റീവ് ക്യാൻഡിലുകൾ, അതായത് റെഡ് ക്യാൻഡിലുകളായിരുന്നു. എന്നിരുന്നാലും അത്രത്തോളം വലിയൊരു നെഗറ്റിവിറ്റി നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയുന്നില്ല. ടെക്നിക്കലായിട്ടുള്ളതും കൂടാതെ മൊമെൻറ്റം ഇൻഡിക്കേറ്ററുകളെല്ലാം പോസിറ്റീവിൽ തന്നെയാണുള്ളത്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് അപ്സൈഡിലെ ഈ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 26,300 തന്നെയാണ്. അതിനുശേഷം 26,500 ശ്രദ്ധിക്കേണ്ട മറ്റൊരു ലെവൽ കൂടിയാണ്. ഡൗൺ സൈഡിൽ ഒരു ക്രൂഷ്യലായിട്ടുള്ള ലെവലാവാൻ സാധ്യതയുള്ളത് സൈക്കോളജിക്കൽ ലെവലായിട്ടുള്ള 26,000-ഉം പിന്നീട് 20-ഡേ EMA ഒക്കെ വരുന്ന 25,900-ഉമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 26,300-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 26,100-ഉമാണ്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക് 59,753 15 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈനിന് മുകളിലായിട്ടാണ് ഇപ്പോൾ ക്ലോസിംഗ് വെച്ചിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഡോജി ക്യാൻഡിലുകൾ തന്നെയാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ട്രെൻഡ് ലൈനിന് മുകളിലാണ് എന്നത് ചെറിയൊരു പോസിറ്റിവിറ്റി ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 60,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 59,000-ഉമാണ്. ബാങ്ക് നിഫ്റ്റി പുതിയ റെക്കോർഡ് ഹൈ ആയിട്ടുള്ള 59,898 ടച്ച് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ബാങ്ക് നിഫ്റ്റി ഏകദേശം 1.5% ഉയർന്നത്. അതായത് തുടർച്ചയായിട്ടുള്ള 4ാമത്തെ ആഴ്ചയും ബാങ്ക് നിഫ്റ്റി നേട്ടത്തിൽ തന്നെയാണ്. ഒരു ഹയർ ലോ ഫോർമേഷനാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. അതും പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. മൊമെൻറ്റം ഇൻഡിക്കേറ്ററുകൾ ഒരു ബുള്ളിഷ് ബയാസിൽ തന്നെയാണുള്ളത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഹൈലൈറ്റുകളാണ് നമ്മളിവിടെ പറഞ്ഞു പോയിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും ആ റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.